ഹലോ, ഈ വീഡിയോ നമ്മുടെ ഓണം കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അത് എഡിറ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇന്നാണ് ഇപ്പോൾ അത് ഗാലറിയിൽ ഞാൻ കണ്ടേ. എന്നാൽ പിന്നെ അതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് രാവിലെ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടുള്ള സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അല്ലെങ്കിലും ദോശയുടെ കൂടെ സാമ്പാറിനേക്കാളും വലിയൊരു കറി വേറെ ഇല്ല അല്ലേ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെയും കല്യാണത്തിൻ്റെയും എല്ലാം കൂടിയിട്ട് ഒരു കഥയായിരുന്നേ. അങ്ങനെ പിന്നെ ചോറും കറികളൊക്കെ ആയതിനു ശേഷം കുറച്ച് വിറക് അങ്ങോട്ട് വെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വടക്കോറത്തേക്ക് അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഇത് നമ്മുടെ വടക്കോറത്ത് വേപ്പിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു മരമായിരുന്നേ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അത് നന്നായിട്ട് ഉണങ്ങി പൂതലായിട്ട് അങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മടാൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടി നോക്കിയപ്പോൾ നന്നായിട്ട് അങ്ങ് മുറിഞ്ഞു വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാ. എന്നാൽ പിന്നെ 4 വിറക് അങ്ങോട്ട് വെട്ടിയിട്ട് ഏട്ടനെ വീഡിയോ എടുത്തിട്ട് കാണിച്ച് കൊടുക്കാമല്ലോ, ഞാൻ വിറക് വെട്ടിയെന്നൊക്കെ പൊങ്ങച്ചം പറയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് മുഴുവൻ അങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വിറകൊക്കെ കൊണ്ടുപോയിട്ടേ നല്ല വെയിലുണ്ടായിരുന്നിടത്ത് നന്നായിട്ട് അങ്ങ് പരത്തി ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ട് ആ വിറക് മുഴുവൻ ഞാൻ വെട്ടിയെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് അത് പൂതലായിട്ട് നിൽക്കുന്നതല്ലേ, അതിപ്പോൾ ആർക്കും വെട്ടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ വെറുതെ ആയിപ്പോയേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പ്ലേറ്റിൽ ചോറൊക്കെ എടുത്ത് മാന്തൾ കറിയും മാന്തൾ പൊരിച്ചതും പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കൂടിയിട്ടേ നന്നായിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു കൂട്ടാ. അല്ല പിന്നെ നമ്മളോടെ കളി. അപ്പം ഇത്രയ്ക്കുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്